2018 ആചാരലംഘനം നടക്കുന്ന ആ കാലത്ത് ഭക്തർക്കൊപ്പം നിന്ന അല്ലെങ്കിൽ ആ ഒരു വലിയ പ്രക്ഷോഭത്തെ നയിക്കുന്നതിൽ ജനം TV വഹിച്ച പങ്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഏതാണ്ട് 6 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഹൈന്ദവ മുന്നേറ്റം അല്ലെങ്കിൽ പമ്പയിൽ സർക്കാർ നടത്തിയ ഒരു സമ്മേളനത്തിന് ബദൽ എന്ന നിലയിൽ ഇന്നിപ്പോൾ യഥാർത്ഥ ഭക്തർ പന്തളത്ത് ഇത്തരത്തിൽ ഒരു ഭക്തസംഗമം നടത്തുന്ന ഘട്ടത്തിൽ ഈ ദിവസം മുഴുവൻ പന്തളത്ത് നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പന്തളത്ത് നിന്നുള്ള വിവിധ ദൃശ്യങ്ങളാണ്. കാരണം ഒന്ന് സെമിനാർ നടക്കുന്ന കൺവെൻഷൻ സെൻറ്റർ, അവിടെ വിവിധ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ശബരിമലയുടെ വികസനത്തിനൊപ്പം വിശ്വാസം, അതുപോലെ ശബരിമലയുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ അവിടെ നടക്കാൻ പോകുന്നു. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസി വര്യന്മാർ, അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളുടെ മുന്നണി പോരാളികൾ, ഇവരെല്ലാം ഈ സെമിനാറിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് സ്വാമി അയ്യപ്പൻ നഗറിൽ വിരാട ഹിന്ദു സമ്മേളനം, അയ്യപ്പ ഭക്ത സംഗമം നടക്കാൻ പോകുന്നത്. നമ്മുടെ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ വിരാട ഹിന്ദു സമ്മേളനത്തിൻ്റെ ഭാഗമാകാനായി അവിടേക്ക് എത്തും. ഇന്നിപ്പോൾ രാവിലെ നടക്കുന്ന സെമിനാറിൻ്റെ പ്രസക്തി എന്നത് വിശ്വാസത്തിനൊപ്പം വികസനം എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് ധാരാളം വികസന വിഷയങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു കാനന ക്ഷേത്രത്തിൽ അതിൻ്റെ കാനന ഭംഗിയും അതിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയും എല്ലാം കൃത്യമായി നിലനിർത്തിക്കൊണ്ടേ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകൂ. കാരണം വർഷങ്ങൾക്ക് മുൻപ് സ്വാമി സത്യാനന്ദ സരസ്വതിയെ പോലെയുള്ളവർ ഹരിവരാസനം പദ്ധതിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു കാനന ക്ഷേത്ര കൃത്യമായി വികസനം നടപ്പാക്കേണ്ടത്, അതിൻ്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കാത്ത നിലയിൽ എങ്ങനെ വികസനം നടപ്പാക്കാം, ഇക്കാര്യങ്ങളൊക്കെ സ്വാമി സത്യാനന്ദ സരസ്വതിയെ പോലുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി അധികാരത്തിലിരുന്ന 2 സർക്കാരുകളും ഈ വിഷയങ്ങളിൽ കൃത്യമായി ഇത്തരം പദ്ധതികൾ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ചെവികൊള്ളാനോ തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെ ശബരിമലയുടെ വികസനം എന്നത് എല്ലാ കാലത്തും കേവലം കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായി മാറി. ഗോകുൽ രമേശ് പന്തളത്ത് നിന്നും ചേരുന്നു. ഗോകുൽ, ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ക്രമീകരണങ്ങളാണ്. എന്തായാലും ഈ ഹാളിൽ നിറയെ പ്രതിനിധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ശബരിമലയുടെ വിശ്വാസം, സംരക്ഷണം, അതോടൊപ്പം തന്നെ വികസനം എന്നീ വിഷയങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള സെമിനാറുകൾ നടക്കുന്നുണ്ടാവും. പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ധാരാളം 1000-ഓളം പ്രതിനിധികൾ ഈ രാവിലത്തെ സെഷനായിട്ടുള്ള സെമിനാറിൽ പങ്കുചേരുമെന്നാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ വിജി തമ്പി അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സെമിനാർ ചർച്ചകൾക്കുമൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. എന്തായാലും വലിയ നിറഞ്ഞ സദസ്സിൽ തന്നെ ഈ പരിപാടികളൊക്കെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചേട്ടാ, ഈ രാവിലത്തെ സെഷൻ അത് ശബരിമലയുടെ വിശ്വാസം, സംരക്ഷണം, വികസനം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറുകളാണ്. ആ വിഷയങ്ങൾക്ക് എത്രമാത്രം ഇന്നത്തെ ഈ ഒരു സമകാലിക കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ട്? എല്ലാം സമകാലിക കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. എല്ലാം വിശ്വാസം. ഇത് ശബരിമല എന്ന് പറയുന്നത് ഹൈന്ദവ ക്ഷേത്രമാണ്. അവിടെ മറ്റു ഒരു മതക്കാർക്ക് ഒരു കാര്യവുമില്ല. പിന്നെ മൂകാംബിക അമ്പലത്തിൽ അവിടെ ഹിന്ദു അല്ലാത്തവർക്കും കയറാം. അതുപോലെ ശബരിമലയിൽ ഹിന്ദു അല്ലാത്തവർക്ക് കയറാം. പക്ഷേ മൂകാംബിയെക്കാളും വ്യത്യസ്തമായി ശബരിമല എന്ന് പറയുന്നത് കാനന ക്ഷേത്രമാണ്. അവിടെ ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വ്രതനിഷ്ഠയാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം. ഒരു മണ്ഡലകാലം വ്രതമനുഷ്ഠിച്ചവർ മാത്രമേ ശബരിമല വരാവൂ. അതാണ് വിശ്വാസം. ആ ആചാരത്തിന് അനുഷ്ഠാനമാക്കിയ വിശ്വാസം. അതുപോലെ സുരക്ഷ. ശബരിമല എന്ത് ശുരക്ഷയാണ് ഉള്ളത്? ഇവിടെ കഴിഞ്ഞ മണ്ഡലകാലത്ത് മാത്രം എത്ര പേരവിടെ മരണപ്പെട്ടത്? ഒരു കുഞ്ഞിന് കുടിവെള്ളമില്ലാതെ കുഞ്ഞ് മരണപ്പെട്ടില്ലേ? എന്ത് സുരക്ഷയാണ് ഇവരൊരുക്കുന്നത്? അവിടുത്തെ സംരക്ഷണം, എന്ത് സംരക്ഷണമാണ് ചെയ്യുന്നത് അവർ? അവിടെ എന്ത് ആചാരാനുഷ്ഠാനമാണ് പാലിക്കപ്പെടുന്നത്? അപ്പോൾ അതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. ഭക്തരാണ് ചർച്ച ചെയ്യേണ്ടത്. കുറേ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും കുറെ കമ്മ്യൂണിസ്റ്റുകാരും വന്നിരുന്നല്ല ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ച ചെയ്യാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഹാസംഗമം കൂടി നടക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ഇത് ഭക്തരുടെ സമ്മേളനമാണ്. ഇവിടെയാണ് ഭക്തർ വരുന്നത്. ശബരിമലയിൽ പമ്പയിൽ വന്ന ഭക്തരാരും ഇല്ല. പിണറായി വിജയൻ ഭക്തരാണോ? അവിടെ വേദിയിൽ ആയ ഭക്തരുള്ളത്? അവിടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെയാണ് ശരണം വിളിച്ചത്? എങ്ങനെയാണ് ശരണം വിളിക്കേണ്ടത്? അയ്യപ്പനെ ശരണം വിളിക്കേണ്ട മുദ്രാവാക്യം പോലെയാണോ? അപ്പൊ അതാണോ ഭക്തി? അതല്ല ഭക്തി. ഇവിടെയാണ് ഭക്തി. തീർച്ചയായിട്ടും. എന്തായാലും അത്
അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പരിപാടികൾ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യക്രമങ്ങൾ തന്നെയാണ് ഈ മഹാസംഗമവുമായി ബന്ധപ്പെട്ട ശബരിമല കർമ്മസമിതി അടക്കമുള്ള ഇതിന് നേതൃത്വം നൽകുന്ന സംഘടനകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് രാവിലെ നടക്കുന്ന സെഷനിൽ നടക്കുന്ന സെമിനാറുകൾ, അതിൻ്റെ വിഷയങ്ങൾ അത്രത്തോളം കാലിക പ്രസക്തി ഉള്ളതാണ്. ശബരിമലയിൽ നിലവിലത്തെ സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരകരമായിട്ടുള്ള നടപടികൾ, അത് ശബരിമലയുടെ സുരക്ഷയെയും അവിടുത്തെ വിശ്വാസത്തെയും അവിടുത്തെ വികസനത്തെയും ഒക്കെ മുച്ചൂട് മുടിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെയായിരിക്കും ഇന്ന് പ്രധാനമായിട്ടും നടക്കുന്നുണ്ടാവുക. ചേട്ടാ നമസ്തേ. ഇന്നത്തെ ഈ ഒരു മഹാസംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താ ഇന്നത്തെ അതിൻ്റെ ഒരു പ്രാധാന്യം? ഞാൻ ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി ദിനകരൻ XMLA ആണ്. വിശ്വാസികളുടെ സംഗമമാണ് ഇന്ന് നടക്കുന്നത്. ശബരിമല ക്ഷേത്രം സംരക്ഷിക്കണം. അവിടെ വികസന പ്രവർത്തനം നടത്തുമ്പോൾ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. കാനനവാസിയായ ആരാധനാമൂർത്തിയായ ശബരിമല അയ്യപ്പനെ സംരക്ഷിക്കാൻ അത്തരമൊരു നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ ഇതൊരു നഗരമാക്കി മാറ്റുകയല്ല വേണ്ടത്. ഗവൺമെൻറ് ഇതിന് സ്ത്രീകളെ കയറ്റാനുള്ള തീരുമാനങ്ങളെടുത്തു. അത് പോലീസ് സംരക്ഷണം കയറ്റുകയും ചെയ്തു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊന്നും പിൻവലിച്ചിട്ടില്ല. സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് പോലും അവർ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ സാമുദായിക സംഘടനകളെ ഞങ്ങൾക്ക് പറ്റുകയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് തീരുമാനമെടുത്തത്. കഴിഞ്ഞ ദിവസം പമ്പയിൽ നടന്ന സംഗമത്തിൽ നിങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു? ഇല്ല, ക്ഷണമില്ലായിരുന്നു. ഉണ്ടായിരുന്നു. അത് പങ്കെടുക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? പങ്കെടുക്കാതിരുന്നത് ചില പ്രബല വിഭാഗങ്ങളെ മാത്രം പങ്കെടുപ്പിക്കുക, മറ്റുള്ള വിഭാഗങ്ങളെയൊക്കെ ഒഴിവാക്കുക, ആ ഒരു നയം സ്വീകാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പങ്കെടുക്കാതിരുന്നത്. ഞാൻ അതിനെ ശക്തമായി എതിർത്തിരുന്നവരാണ്. ഞാൻ ഈ സംവരണ സമുദായ മുന്നണിയുടെ പ്രസിഡന്റ് കൂടിയാണ്. സംവരണ സമുദായ മുന്നണിയെ തീരുമാനമെടുത്തു ആ സംഗമത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന്. ബഹുഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസികളും അതിൽ നിന്നും മാറി നിൽക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇന്നത്തെ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് പിന്നെ ഇന്ന് വിശ്വാസികളുടെ സംഗമം നടക്കുന്നത്. ശബരിമല ക്ഷേത്രം സംരക്ഷിക്കണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുക തന്നെ വേണം. അല്ലാതെ അത് രാഷ്ട്രീയവൽക്കരിക്കാനോ മതാതീതമാക്കാനോ ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല. തീർച്ചയായും വളരെ നന്ദി. എന്തായാലും ധീവരസഭയുടെ നേതൃത്വമാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായിട്ട് തുടക്കം ആവുകയാണ്. ഭദ്രദീപ പ്രകാശനം നടത്തുകയാണ്. ആ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ശരണമന്ത്രമുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളാൽ നിറഞ്ഞ സദസ്സ് തന്നെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും സന്യാസി ശ്രേഷ്ഠന്മാരടക്കമുള്ള ആളുകൾ അവർ ഈ ചടങ്ങിന് ഭദ്രദീപം കൊളുത്തി ആരംഭം കുറിക്കുകയാണ്. ഭഗവാൻ അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ ദീപം തെളിയിച്ചുകൊണ്ട് പുഷ്പം അർപ്പിച്ചുകൊണ്ട് ചടങ്ങുകൾക്ക് ശുഭാരംഭം കുറിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ വിഷയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സെമിനാർ ചർച്ചകൾ നടക്കുന്നുണ്ടാവും. ഉദ്ഘാടന സമ്മേളനമായിട്ട് ആദ്യ ഒരു കാലാംശമുണ്ടാകും. അതിനുശേഷമായിരിക്കും സെമിനാർ ചർച്ചകൾ ആരംഭിക്കുന്നുണ്ടാവുക. ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടാവും. നമുക്ക് ഈ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉച്ചവരയ്ക്ക് 1 മണി വരെയും ഈ സെമിനാർ ചർച്ചകളാണ് ഈ ഇന്നത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം 3 മണിയോട് കൂടിയിട്ടാണ് മഹാസംഗമം ഉണ്ടാവുക. എന്തായാലും ഈ സെമിനാറിൽ തന്നെ നിറഞ്ഞ സദസ്സ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം പമ്പയിൽ ഉണ്ടായതുപോലെയല്ല ഒഴിഞ്ഞ കസേരകൾ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ മറ്റു മാധ്യമങ്ങളടക്കം ഒഴിഞ്ഞ കസേരകൾ തപ്പി നടക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിറഞ്ഞ സദസ്സിൽ തന്നെ ഈ സെമിനാർ ചടങ്ങ് ആരംഭിക്കാനായിട്ട് പോകുന്നു. ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സദസ്സ് നിറഞ്ഞിരിക്കുന്ന കാഴ്ച കാണുവാൻ, അതായത് പ്രതീക്ഷിച്ച അതിലും അധികം സംഖ്യ ഈ സെമിനാർ കലാംശത്തിൽ തന്നെ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 1000-ഓളം പ്രതിനിധികൾ ഈ ഉച്ചവരെയുള്ള സെമിനാർ സെഷനിൽ പങ്കെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്തായാലും അതിലധികം ആളുകൾ ഇപ്പോൾ തന്നെ എത്തിയിരുന്നു. ഇനിയും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രതിനിധികളടക്കമുള്ള ആളുകളെന്നാണ് നമുക്ക് നമ്മളോടൊപ്പം BJPയുടെ നേതാവും മുതിർന്ന സാംസ്കാരിക നായകനുമൊക്കെ ആയിട്ടുള്ള കുമ്മന രാജേട്ടൻ ചേരുകയാണ്. രാജേട്ട, ഈ രാവിലത്തെ ഈ വിഷയങ്ങളുടെ പ്രാധാന്യം, ഇന്ന് സെമിനാർ നടത്തുന്ന 3 വിഷയങ്ങൾ, അതിൻ്റെ പ്രാധാന്യം? ശബരിമലയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. 1 വിശ്വാസം, 2 വിശ്വാസം ആചാരങ്ങൾ, 2ാമത് വികസനം, മറ്റൊന്ന് സംരക്ഷണം. ഇപ്പോൾ വിശ്വാസവും വികസനവും സംരക്ഷണവും ഇത് 3ഉം വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. അതേക്കുറിച്ചാണ് ഇവിടെ ചർച്ച. അതേക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരും ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുണ്ട്, അതുപോലെ ശ്രീ വി ദിനകരൻ സാറുണ്ട്, അതുപോലെ
ഉൾമേട് ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് വി.ആർ. ഹരിഹരൻ നായരുണ്ട്. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്നവരാണ് ഇവിടെ സംസാരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നു. അവർ ചർച്ച ചെയ്തതൊക്കെ വേറെ വിഷയങ്ങളാണ്. അവർക്ക് ദൂർത്ത് ആഡംബരം ഇത് കവിഞ്ഞ് അപ്പുറത്ത് വേറൊന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യാനുണ്ടായിരുന്നില്ല. അത് അയ്യപ്പന്മാർ ബഹിഷ്കരിച്ചു. കാരണം അയ്യപ്പന്മാർക്ക് ആവശ്യം അതൊന്നുമല്ല. അതുകൊണ്ടാണ് അവരാരും വരാതിരുന്നത്. കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ദേവസ്വം ബോർഡ് ജീവനക്കാരും അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് പോയില്ല. ഇരുമുടി കെട്ടുവേണ്ടി ശരണം വിളിച്ച് അതുവഴി ആയിരക്കണക്കിന് അയ്യപ്പന്മാർ പോയി. ഒരാൾ പോലും അങ്ങോട്ടേക്ക് കയറിയില്ല. കാരണം അത് വിശ്വാസമോ ആചാരമോ സംരക്ഷണമോ ആ വക വിഷയങ്ങളെക്കുറിച്ചായിരുന്നില്ല. അത് ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ച്, പണത്തെക്കുറിച്ച് ധൂർത്തും ആഡംബരവും നടത്തി ഒരു വലിയ മേള നടത്തുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാഴ്ചപ്പാടും ഇല്ലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇത് ശബരിമലയാണ് പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു. സംസാര വിഷയം, ചർച്ചാ വിഷയം എല്ലാം ആചാരം, വിശ്വാസം ശബരിമലയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഏറ്റവും വലുത് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ ശബരിമലയെ കാത്ത് രക്ഷിക്കും എന്ന് പ്രതിജ്ഞാബദ്ധരായി തീർന്നിട്ടുള്ള അയ്യപ്പന്മാരാണ് ഇവിടെ കൂടുന്നത്. അതുകൊണ്ട് ഇത് വളരെ ചുരുങ്ങിയ ചെലവിലാണ്. മറ്റേത് 7 കോടി രൂപ ചെലവഴിച്ച് നടത്തിയ മാമാങ്കമാണ്. ഇതുവരെ നിസ്സാരമായ ചെലവ്. അതേസമയം അവിടെ നടത്തിയിരിക്കുന്ന സമ്മേളന പന്തലിനേക്കാൾ വലിയ പന്തലാണ്. അവിടെ 16,000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ 18,000 സ്ക്വയർ ഫീറ്റാണ്. അവിടെ 3,000 പേർക്കാണ് ഇരിക്കുകയെങ്കിൽ ഇവിടെ 4,500 5,000 പേർക്ക് ഇരിക്കാനാണ്. പക്ഷേ ഞങ്ങൾ വളരെ ഈ പാവപ്പെട്ട അയ്യപ്പന്മാർ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ത്യാഗം സഹിച്ച് നടത്തുന്ന ഒരു സമ്മേളനമാണിത്. ഇത് പാവങ്ങളുടേതാണ്, സാധാരണ അയ്യപ്പ ഭക്തന്മാരുടേതാണ്. അതുകൊണ്ട് ഇതിനൊരു ജനകീയ സ്വഭാവമുണ്ട്. ആധികാരികമായി ഭരണനിർവഹണം നടത്തുന്നവരുടെ മേൽക്കോയ്മയോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അടിച്ചേൽപ്പിക്കലോ ഒന്നുമില്ലാതെ സ്വയം ബോധ്യപ്പെട്ട് വിശ്വാസമാണ് വലുതെന്ന് കരുതുന്ന അയ്യപ്പന്മാരുടെ സംഘമാണ്. തീർച്ചയായിട്ടും വളരെ നന്ദി രാജേട്ടൻ. എന്തായാലും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഈ ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ സ്വാഗത സംഘം വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള വത്സൻ തില്ലങ്കേരി കൂടിയുണ്ട്. അദ്ദേഹത്തോട് കൂടി ചോദിക്കാം. വത്സേട്ടാ, ഒരുപക്ഷെ നിലയ്ക്കൽ സമരം പോലെ അതിനുശേഷം വന്നിട്ടുള്ള യുവതി പ്രവേശന കാലഘട്ടത്തിലെ നാമജപ പ്രതിഷേധങ്ങളൊക്കെ പോലെ തന്നെ കേരള ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി മാറാവുന്ന ഒരു മഹാസംഗമം തന്നെ ആയിരിക്കില്ല ഇന്ന് പന്തളത്ത്. നിശ്ചയമായും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കുന്ന സമ്മേളനം ഹൈന്ദവ നവോത്ഥാന ചരിത്രത്തിലും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലും ശബരിമലയുടെ ചരിത്രത്തിലും ഒരു നാഴികക്കല്ലാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ശബരിമലയെ ഒരു കച്ചവട കേന്ദ്രമായി, ഒരു വ്യാപാര കേന്ദ്രമായി, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അവിടെയുള്ളത് ആത്മീയതല്ല, മതാതീത ആത്മീയതയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പുതിയൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ശബരിമലയെ, അതിൻ്റെ വിശ്വാസത്തെ, അതിവിടുത്തെ വികസനത്തെ അത് വഴിതിരിച്ചു വിടാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ട്, ദുഷ്ടശക്തികൾക്കെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ്, ഒരു പ്രതിരോധമാണ് ഈ സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമതൊരു കാര്യം കൂടി, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ശബരിമലയിൽ വിശ്വാസപൂർവ്വം ഭക്തന്മാർ നിക്ഷേപിക്കുന്ന നാണയത്തൊട്ടുകൾ, അവിടെ സമർപ്പിക്കുന്ന അവരുടെ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിക്കുന്ന സർവ്വതും പിടിച്ചുപറിച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. കോടതി തന്നെ കയ്യോടെ അത് പിടിച്ചു കഴിഞ്ഞു. നിരവധി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ഭക്തന്മാരുടെ ജാഗ്രത വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഹൈന്ദവ സമൂഹത്തിൻ്റെ, വിശ്വാസി സമൂഹത്തിൻ്റെ ജാഗ്രത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ സമ്മേളനം നടക്കുന്നത്. വിശ്വാസത്തോടൊപ്പം വികസനം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ചേട്ടാ, നമ്മൾ പമ്പയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അവിടെ ഈ സെമിനാർ 3 വേദികളിലായിട്ട് നടന്നു. പക്ഷേ വേദികളിൽ മാത്രം ആളുണ്ടായിരുന്നുള്ളൂ. സദസ്സിൽ വിരലിലെണ്ണാവുന്ന 10-ൽ താഴെ ആളുകളെ മാത്രം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ നമ്മുടെ സെമിനാർ വേദി എന്തായാലും, സദസ്സ് എന്തായാലും നിറഞ്ഞിരിക്കുകയാണ്. വലിച്ചിഴച്ച് പ്രലോഭിപ്പിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്ന ആളുകളാണ്, ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉണ്ടായിരുന്നതിൽ ബഹുഭൂരിപക്ഷവും. ഭക്തന്മാരായി വന്നവരാണെങ്കിൽ അവർ താല്പര്യത്തോടു കൂടി അവരെ ഇരിക്കുമായിരുന്നു. പക്ഷേ സ്വപ്രേരണയോടുകൂടി വന്നവരല്ല, മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി വന്നവരായതുകൊണ്ടാണ് അവിടെ നടക്കുന്ന സെമിനാറിലൊന്നും ആൾക്കാരില്ലാതെ പോയത് എന്നത് വ്യക്തമാണ്. അവരിപ്പോൾ പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയ്യപ്പ ഭക്ത സമൂഹം ആ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കിയതാണ് അവിടുത്തെ സംഘവും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കും. കസേരകളായിരുന്നു പറഞ്ഞു, ഒഴിഞ്ഞ കസേരകൾ. CPM നേതാക്കന്മാർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആണ് ചോദിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ദൃശ്യപരതയുടെ സമയമാണ്. അതാ സമയത്ത് തന്നെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ CPM നേതാക്കന്മാർ ഏതോ 6-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി ചേട്ടാ. എന്തായാലും ഹൈന്ദവ സമൂഹം ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സദസ്സിൽ കാണുവാനായിട്ട് സാധിക്കും. സന്യാസി ശ്രേഷ്ഠന്മാരും അതോടൊപ്പം തന്നെ ഹൈന്ദവ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെ നേതാക്കളും ഒക്കെ തന്നെ ഈ
ചടങ്ങിനെ ധന്യമാക്കിക്കൊണ്ട് എന്തായാലും ഇവിടെ ഉണ്ട് സന്യാസി ശ്രേഷ്ഠന്മാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതികരണം തേടാൻ തോന്നുന്നു. സ്വാമിജി നമസ്തേ. ഇങ്ങനൊരു സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? വളരെ സന്തോഷമാണ്. കാരണം ഇന്ന് വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് മനസ്സിനുള്ളത്. ഈ പമ്പയിൽ നടക്കുന്ന സംഗമത്തിലേക്ക് നിങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നു? അത് വെറും ഒരു പ്രഹസനം മാത്രമേ ഉള്ളൂ. അത് അയ്യപ്പ ഭക്തന്മാരല്ലായിരുന്നല്ലോ, അതൊരു രാഷ്ട്രീയ പ്രഹസനം മാത്രമേ ഉള്ളായിരുന്നു. അതിനും ചക്രം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ മറ്റ് പ്രയോജനമൊന്നും അതിനകത്തില്ല. ഇതല്ല, എല്ലാം അയ്യപ്പ ഭക്തന്മാർ തന്നെയാണ്. അതാണ് ഇന്നിവിടെ കാണാൻ പോകുന്നതും വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു മഹാസംഗമം കൂടി നടക്കുന്നുണ്ട്. അത് ധാരാളം അയ്യപ്പന്മാർ, നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ആളുകൾ എല്ലാ ജില്ലയിൽ നിന്നും എത്തുമെന്നുള്ളൊരു സംശയമില്ല. അത് ഈശ്വര സങ്കല്പം തന്നെയാണത്. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചാണ് ഈ ഒരു മഹാസംഗമം ഇവിടെ നടക്കുന്നത്. ഈ ഒരു വിശ്വാസികളുടെ അല്ലെങ്കിൽ യഥാർത്ഥ ഹിന്ദുക്കളുടെ ഒരു സംഗമം അല്ലെങ്കിൽ ഒരു ഏകത അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യം. എന്തുവാണ് ഈ കാലഘട്ടത്തിൽ അത് ആവശ്യമാണല്ലോ. ഒരു ഒത്തൊരുമ, ഒരു കൂട്ടായ്മ, എല്ലാവരുടെ ഒത്തുചേരൽ ഇതെന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ നമുക്ക്. ഇത്രയും ഹൈന്ദവ സമൂഹം ഒന്നിച്ച് വരിക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ മഹാഭാഗ്യമാണ് നമുക്ക്. എന്തായാലും വളരെ നന്ദി സ്വാമിജി. എന്തായാലും സന്യാസി ശ്രേഷ്ഠന്റെ പ്രതികരണങ്ങൾ തന്നെയാണ്. സ്വാമിജി നമസ്തേ. നമസ്തേ ജി. ഇന്നത്തെ ഈ ഒരു മഹാസംഗമത്തിന്റെ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടക്കുകയാണ്. രാവിലത്തെ സെമിനാർ നടക്കുന്ന ആ കൺവെൻഷൻ സെന്ററിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് ഗോകുൽ പങ്കുവച്ചത്. ഇതേ വാർത്ത തന്നെയാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതും. ഒപ്പം പന്തളത്ത് നടക്കുന്ന ഓരോ പരിപാടികളുടെയും തത്സമയ സംപ്രേഷണം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കും ജനം TV.